फ्रेंड्स, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജി വാ തുറന്നു ഗൈസ്, വാ തുറന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, പത്രങ്ങളുടെ മുമ്പിലൊന്നുമില്ല. എങ്കിലും ജി ഇതാ സ്വന്തമായിട്ട് ഇങ്ങനെ ഫോൺ വെച്ചിട്ടൊരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ജിയുടെ ഉറക്കം കെട്ടിയിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് ജി ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2-3-4 ദിവസങ്ങളായിട്ട് ജി വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നിരുന്നത്. ആകെ കൈവിട്ടുപോയി. ഇതേ സ്ഥാനത്ത് അപ്പുറത്ത് ജൻസികളുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി സ്കോർ ചെയ്യുന്നുണ്ട് എന്നും കൂടെ കണ്ടതോടുകൂടി ജിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇതാ വന്നിരിക്കുന്നു ഗൈസ്. ഏതായാലും നമുക്ക് പോസ്റ്റ് കേട്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ബാ. फ्रेंड्स, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए ഏകദേശം 2.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പോസ്റ്റാണ്, ഒരു ഷോർട്സ് ആണ് ജി ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം സമയം 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് ജി ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജി എന്താണ് ജനങ്ങളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാം. അപ്പം ഫ്രണ്ട്സ്, എനിക്കറിയാം ഇത് വലിയൊരു പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല എന്നുള്ളത്. പരീക്ഷാ പേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്നാണ് ജി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2.5 മാസത്തിനുള്ളിൽ നിരവധി കർശന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിട്ടുണ്ട് എന്നും കൂടെ ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഗൈസ്, കൂട്ടിച്ചേർക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മുൻഗണനകളാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പരീക്ഷ നടത്തുകയും ജൂലൈ 19-നധികം ഫലം പ്രസിദ്ധീകരിക്കുകയും ഞങ്ങൾ ചെയ്തു. ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലും ഒരു പുതിയ ബില്ല് തന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ചോദ്യപേപ്പർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികളും കർശന ശിക്ഷാവിധികളും അടങ്ങിയ ഒരു പുതിയ കരട് ബില്ല് തയ്യാറാക്കാനുള്ള നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ട് ഗൈസ്. ഇത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത ശേഷം പാർലമെന്റിൽ വരാനിരിക്കുന്ന സമ്മേളനത്തിൽ പാസ്സാക്കാൻ ശ്രമിക്കുമെന്നും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു ഗൈസ്, ഞാൻ കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിന് ശേഷം മോദിജി ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം, ആ ഒരു പ്രതികരണം ആദ്യമായിട്ടാണ്. അതായത് വീഴ്ച പറ്റി, സംഭവം കയ്യിൽ നിന്ന് പോയി, സംഭവം മുഞ്ചിയിട്ടുണ്ട്, ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ താഴത്തിറങ്ങേണ്ടി വരും, ധർമ്മേന്ദ്ര പ്രധാനല്ല ഞാൻ അടക്കം റിസൈൻ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലോട്ട് രാജ്യം മാറുന്നുണ്ട് എന്ന് മണത്തറിഞ്ഞതുകൊണ്ടാണ് ജി ഇന്ന് രാത്രി അട്ടപ്പാതിരക്ക് ഉറക്കം കെട്ടിട്ടുള്ള ജിയും ജിയുടെ കൂട്ടരും ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇട്ടത് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഏത് പൊട്ടണം മനസ്സിലാവും. പിന്നെ ഈ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പ്ലീസ് ഡിയർ മോദിജി പ്ലീസ് റിസൈൻ, ഡിയർ മോദിജി പ്ലീസ് റിസൈൻ, ഇനിയും അതിന് പരിപാടികളും കൊണ്ട് വരരുത് എന്ന് ജിയുടെ താഴത്ത് വന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ജീവനെ വേദനിപ്പിക്കരുത്, ജിക്ക് ഭയങ്കര വിഷമമുണ്ട്, നമുക്കറിയാമല്ലോ അല്ലേ? അതെ, ജിക്ക് ഭയങ്കര വിഷമമുണ്ട്. സത്യത്തിൽ എന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ജി വിചാരിച്ചു ഇത്രയും കാലം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയും ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോയി. ഇനി വാട്സപ്പും ഫേസ്ബുക്കും അല്ല പുതിയ ജൻസികളുടെ കയ്യിൽ, അതായത് വളർന്നു വരുന്ന തലമുറയുടെ കയ്യിൽ വാട്സപ്പും അല്ലെങ്കിൽ ഈ എന്താ പറയുക ഫേക്ക് പ്രൊപ്പഗണ്ട ഗോദി മീഡിയ ഒന്നും ഇപ്പോൾ ആരും കാണാറില്ല എന്നും വാട്സപ്പിലെ ഫോർവേഡഡ് മെസ്സേജുകൾ കുറച്ച് അന്ധഭക്തർ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതും ഫേസ്ബുക്കിലെ അമ്മാവന്മാർ കുത്തിയിരുന്ന് ചെരച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെരച്ച കമൻറ്റുകളിട്ട് ചെറ്റത്തരം കമൻറ്റുകളിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ടീംസിനെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ജെൻസി അവരത് ഇൻസ്റ്റാഗ്രാമും അവർ സ്നാപ്ചാറ്റും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെയാണ് അവരുടെ ചിന്താഗതി മുന്നോട്ട് പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള സ്ട്രീമിങ്ങും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ പടുക്കളവൻസ് ടീമിന് നമുക്ക് അറിയില്ല എന്ന് ജിക്ക് പൂർണ്ണ വ്യക്തത വന്നത് ഈ കഴിഞ്ഞ 2 ദിവസത്തെ CJP പ്രൊട്ടസ്റ്റിലായിരുന്നു. ആദ്യം 30 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് വളരെ സിമ്പിളായിട്ട് അങ്ങ് എടുത്തു. അവർ 4 ദിവസം കിടന്ന് മതിയാകുമ്പോൾ അവരങ്ങ് നീറ്റ് പോകും എന്ന് വിചാരിച്ചു. പക്ഷെ അവർ പോയില്ല, അവർ വെയിറ്റ് ചെയ്തിരുന്നു. പാർലമെന്റ് സമ്മേളനം വരുന്ന സമയം വരെ അവർ വെയിറ്റ് ചെയ്തു. സമ്മേളനം വന്നു, അവരുടെ ജൻസികൾ അങ്ങ് വിളിച്ചു, ജൻസികൾ പറന്നങ്ങോട്ട് എത്തി. ആദ്യ ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയത് കണ്ടു. അവർ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസും BJPയുടെ ഗുണ്ടകളും അവിടെ അഴിഞ്ഞാടി. അതിൻ്റെ മേലെ രാഷ്ട്രീയ നേതാക്കളും മറ്റ് പ്രതിപക്ഷ MP-മാരും രാഹുൽ ഗാന്ധി നേരിട്ട് അങ്ങോട്ട് ഇറങ്ങിയതോടുകൂടി സംഭവം കയ്യിൽ നിന്ന് പോയി. എന്ത് ചെയ്യണം എന്നറിയാണ്ട് കഴിഞ്ഞ 2 ദിവസം കൂലങ്കുഷമായിട്ട് കുത്തിയിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർലമെന്റിൽ 3 ദിവസമായിട്ട് നമ്മൾ ഈ സമ്മേളനത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ ഇത് എടുത്തിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ വലിച്ചു കയറി ഇങ്ങനെ ഭിത്തിയിലൊട്ടിക്കും രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്നുള്ളത് അറിയുന്നത് കൊണ്ട്
നമ്മൾ അവിടെ എടുത്തില്ല. അതിന് പകരം തൽക്കാലം കുറച്ച് ജുംല ടീംസിനെയും അതുപോലെ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ടീംസിനെയും ഫേസ്ബുക്ക് അണ്ടി മാമന്മാരെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം നമ്മുടെ ജി നേരിട്ട് വന്നിട്ട് ഒരു പ്രസ്താവന അങ്ങ് പറഞ്ഞു. അതേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് കൊണോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ സംഘ സൈബർ നേതാക്കൾ അല്ലെങ്കിൽ സംഘ സൈബർ ചെറ്റകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഞങ്ങളുടെ മോദിജി പറഞ്ഞ പോലെ നീറ്റ് എക്സാം വീണ്ടും ഞങ്ങൾ നടത്തിയില്ലേ, ഞങ്ങൾ അതിൻ്റെ ഫലം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലേ? എടാ, അത് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെയും ആ നീറ്റ് എക്സാം നടക്കുന്നതിന് മുമ്പ് 23 പിള്ളേർ മനംനൊന്ത് മരിച്ചു. അവരുടെ കുടുംബക്കാർ ഇപ്പോഴും ആ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു നീറ്റ് അറിയാണ്ട് ചോർന്നു പോവില്ലായിരുന്നു. നീറ്റ് ക്രമക്കേടുകൾ, നീറ്റ് എക്സാം നടത്താനായിട്ട് നിങ്ങൾ കൊടുത്ത ഏജൻസി മുതൽ അവിടെ മുതൽ തുടങ്ങി നിങ്ങളുടെ മുക്കൽ, അതായത് എങ്ങനെയാണ് രാമക്ഷേത്രം മുക്കിക്കൊണ്ടിരിക്കുന്നത്, സകല ക്ഷേത്രങ്ങൾ മുക്കിക്കൊണ്ടിരിക്കുന്നത്, ആ മുക്കൽ നിങ്ങൾ അവിടെ തുടങ്ങിയ മുക്കൽ നിങ്ങൾ വീണ്ടും റീവാലുവേഷനുള്ള ഫീസ് വാങ്ങുന്നതും റീവാലുവേഷൻ കൊടുക്കുന്നത് AI ക്രിയേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു മൊഡ്യൂളോട് കൊണ്ടിട്ട് കൊടുക്കുന്നതും ആ ഇട്ട് കൊടുക്കുന്നത് A to Z തെറ്റാണെന്ന് പച്ചക്ക് വന്ന് പറഞ്ഞില്ലടാ. CBSE എക്സാം അല്ലെങ്കിൽ എഴുതിയ പിള്ളേർ അത് കണ്ടുപിടിച്ചില്ലേ? റിവാലുവേഷന് കൊടുക്കുന്ന പേപ്പറല്ല തിരിച്ച് കിട്ടുന്നത്. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ പേപ്പർ തിരിച്ചു വരും. അതിനൊന്നും ഒരു അഡ്രസ്സ് ചെയ്യാനും ഇവരെ കൊണ്ട് പറ്റിയിട്ടുള്ളൊരു തേങ്ങയും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീറ്റ് എക്സാം ഞങ്ങൾ വീണ്ടും നടത്തിയില്ലേ ചോദിക്കുന്ന മരവാണം. നീറ്റ് എന്താണെന്നോ CBSE എന്താണോ ഈ പറഞ്ഞ ഒരു എക്സാമുകളും ജന്മത്തിലോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഭാവിയിൽ കാണാനോ നിങ്ങളൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഈ വർഷം കഴിഞ്ഞു പോയി, ഇനി പല പല വർഷങ്ങളായിട്ട് വരാനുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇതിന് മുമ്പിലോട്ട് ഇറങ്ങിയത്. 1ഉം 2ഉം അല്ല, 150ൻ്റെ മേലെ പേപ്പറുകളാണ് കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയ്ക്ക് ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പേപ്പറുകൾ ലീക്കായിട്ട് ഇപ്പോഴാണ് നമ്മുടെ ജി ഒന്ന് തുറന്നിട്ടുള്ളത്. അതുവരെ ജിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല, ഒരു ചുക്കും ചുണ്ണാമ്പൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സൈബർ ചങ്കികൾ ഇവിടെ കിടന്നിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കാൻ. കാരണം നീ ഛർദ്ദിക്കുന്ന അതേ ഛർദ്ദിൽ അതുപോലെ നക്കിയെടുത്ത് പോയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് കമൻറ്റുകളായിട്ട് ഇടുന്ന കുറേ വാണക്കൂട്ടങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതിങ്ങൾക്ക് ഇതെന്താണ് ഇവിടെ നടന്നതെന്നും എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, വീണ്ടും എക്സാം എഴുതിച്ചില്ലേ അതുപോലെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് 10 വർഷം കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരങ്ങൾ എന്താണെന്നോ, ഇത് ലീക്കാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ മന്ത്രിമാരുടെ ശിങ്കിടിമാരും നിൻ്റെയൊക്കെ യുവമോർച്ച പോലത്തെ അല്ലെങ്കിൽ സകല വാനര കൂട്ടങ്ങൾ പാർട്ടിയിലെ വലിയ നേതാക്കളും അവന്മാരുടെ മക്കൾക്കും വേണ്ടിയിട്ടാണെന്നുള്ളതും അത് പുറത്തു വരുന്നില്ല ഇത്രയും കാലങ്ങളായിട്ട്. അപ്പോൾ അതിനൊക്കെ കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനെ പോലത്തെ ആൾക്കാർ രാജിവെക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് രാജിവെക്കുന്നത് എന്ന് ചോദിക്കുന്ന വാണക്കുറ്റികളോണ്ടാണ് ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. നിനക്കൊന്നത് കേട്ടാൽ മനസ്സിലാവില്ല എന്നറിയാം, എങ്കിലും പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. അപ്പം ഈ ഒരു പ്രസ്താവന കൊണ്ടോ നാളെ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടാക്കിയത് കൊണ്ടോ ഈ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങ് നിന്നു പോകും എന്ന് വെറുതെ ഒരു മിഥ്യാധാരണ മാത്രമാണ് ജിയുടെ കൂട്ടരോടുകൂടി. അത് നടക്കാൻ പോകുന്നില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഈ മരണപ്പെട്ട കുട്ടികൾക്കുള്ള വേണ്ട അവരുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരങ്ങളും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ന്യൂ സിസ്റ്റം പോളിസി ഡെവലപ്മെൻറ്റും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ പ്രോപ്പർ അല്ലെങ്കിൽ ഈ പിള്ളേരെ നിങ്ങളെ വിടും എന്നുള്ളത് നിങ്ങൾ ജന്മത്ത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ നിൻ്റെ ഗുണ്ടകൾ അവിടെ പോയിട്ട് അടികൂടി ഇവന്മാരുടെ ഒക്കെ ചന്തി അടിച്ച് പൊളിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ വേദന ഇന്നും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അതെപ്പോഴും കാണും. കിട്ടുന്ന ഒരു ചാൻസിൽ അത് വോട്ട് കുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല, അവന്മാരെ നിങ്ങൾക്കിട്ട് പണിയും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ മനസ്സിൽ ഈ പറഞ്ഞ ഇത്രയും ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു തരി ഉണ്ടല്ലോ, അത് അവിടെ കിടന്ന് ഇങ്ങനെ ഉരുകി അത് തീയായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്നോ ഈ ഒരു സമരത്തെന്നോ അതല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ നിങ്ങളടക്കമുള്ള സകല നിങ്ങളുടെ കൂട്ടക്കാരെ തിരിച്ചറിവ് മാറ്റാൻ ഇനി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മുടെ ജിക്ക്. കാരണം അവിടെ വന്നിട്ടുള്ള സകല ഗോതി മീഡിയയും തൂത്തെറിഞ്ഞ് വിടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗോതി മീഡിയകളിലും അല്ലെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഗോതി മീഡിയകളിലെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും നിങ്ങളുടെ കൂട്ടരും പടച്ചു വിടുന്ന കഥകൾ എത്രത്തോളം ഈ പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, അതിൽ ഓരോന്നായിട്ട് നമ്മൾ വിളിച്ചു കൊടുക്കുന്നുണ്ട് പുറത്ത്. അങ്ങനെ എത്ര പേര് അത് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്താഗതി നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് നല്ലതായിരിക്കും. രാജ്യം ഞങ്ങളെ നന്നാക്കാനാണ് നോക്കുന്നത്. രാജ്യം കുട്ടിച്ചോറാക്കി രാജ്യദ്രോഹികളായിട്ട് രാജ്യം ഭരിക്കുന്ന ടീംസിനെ നന്നാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല. എങ്കിലും അവരുടെ മാക്സിമം അവർ ട്രൈ ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തത വന്നതുകൊണ്ടാണ് രാത്രി 12 മണിക്ക് ഉറക്കം കെടുത്തി മോദിജിയുടെ ഈ ഒരു പ്രസംഗം. അല്ലെങ്കിൽ ഇതും ഒരു ഫേക്ക് പ്രോമിസുകളാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. നാളെ നേരം വെളുക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റിൽ കാണാം. ബൈ.